തിരുവനന്തപുരം. നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 2 ആഴ്ച പിന്നിടുന്നു. തുടർ ചർച്ചയ്ക്ക് സർക്കാർ ഇതുവരെയും തീരുമാനമെത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് ആശാവർക്കർമാരുടെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 2ാം ഘട്ട പട്ടികയിൽ 81 കുടുംബങ്ങൾ ഉൾപ്പെട്ടു. ടൗൺഷിപ്പിൽ ഇതോടെ 323 കുടുംബങ്ങളായി. 2ാം ഘട്ട പട്ടികയിൽ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റും ഉൾപ്പെടും. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. മിസോറം സ്വദേശി VL വാലന്റീനാണ് മരിച്ചത്. സംഭവത്തിൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെലങ്കാന നാഗർ കുർണൂൽ ടണലിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതം. ദൗത്യം അതീവ ദുഷ്കരമാണ്. നാഗർ കുർണൂലിൽ ജില്ലയിലെ ശ്രീശൈലം അണക്കെട്ടിനു പിന്നിലുള്ള തുരങ്കത്തിൽ ചോർച്ചടക്കാനെത്തിയ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി പ്രധാനമന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ശ്വാസതടസ്സമുണ്ടായെന്നും കൂടുതൽ ക്ഷീണിതരെന്നും ഡോക്ടർമാർ അറിയിച്ചു. സ്ഥിതി ഇന്നലത്തേതിലും ഗുരുതരമെന്നും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ദുബായിലെ നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ആദ്യ മത്സരത്തിൽ പ്ലേയിംഗ് 11 ഇന്ത്യ നിലനിർത്തിയേക്കും. കാസർകോട് കാഞ്ഞങ്ങാടിൽ വൻ തീപിടുത്തം. മദർ ഇന്ത്യ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് രാവിലെ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വന്യമൃഗ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി പ്രിയങ്ക ഗാന്ധി. വന്യമൃഗ നിയന്ത്രണവും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ ആവശ്യകതയുമാണ് കത്തിന്റെ ഉള്ളടക്കം. വയനാടും മലപ്പുറത്തും ജില്ലാ ഭരണകൂടത്തിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്ന് പ്രിയങ്ക കത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ബജറ്റിനെതിരെ ഫെബ്രുവരി 25-ന് ജില്ലാ GST ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം CPM വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചാരണ ജാഥ പ്രയാണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം KP ശങ്കരൻ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമാണ് ജാഥ പ്രചാരണം നടത്തിയത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ US എയ്ഡ് ഫണ്ട് ഉപയോഗിച്ചത് ആശങ്കാജനകമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആർക്കാണ് ധനസഹായം കിട്ടിയതെന്ന് പരിശോധിക്കണമെന്നും ജയശങ്കർ വ്യക്തമാക്കി. സർക്കാർ ഇത് പരിശോധിച്ചു വരികയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. തന്റെ സുഹൃത്ത് മോദിക്ക് US എയ്ഡ് കിട്ടിയെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ മോദി വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു. മലപ്പുറം എടക്കരയിൽ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM ഏരിയ കാൽനട പ്രചരണ ജാഥ തുടരുന്നു. ഏരിയ ജാഥ 2ാം ദിനം വഴിക്കടവ് മണിമൂളിയിൽ നിന്നാരംഭിച്ചു. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ലോറികൾ തടഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ. വളം കയറ്റി വന്ന ലോറികൾ തടഞ്ഞ് ചാക്കുകൾ വലിച്ച് താഴേക്കിട്ട് പരിഭ്രാന്തി സൃഷ്ടിച്ചു. RRT സംഘമെത്തി പടയപ്പയെ തോട്ടത്തിലേക്ക് കയറ്റിവിട്ടു. മതപ്പാടിലുള്ള പടയപ്പയുടെ പരാക്രമം നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. തിരുവനന്തപുരം കള്ളിക്കാടിൽ ബാർബർ ഷോപ്പിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആര്യനാട് സ്വദേശി റെജിയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാടകയ്ക്ക് താമസിച്ചിരുന്ന മുറിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു. പദ്ധതിക്ക് ഇനി വേണ്ടത് സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും അനുമതി. റോപ്പ് വേക്ക് 4.5336 ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായി വരുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക് വരെ 2.7 കിലോമീറ്ററാണ് റോപ്പ് വേയുടെ നീളം. പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് റോപ്പ് വേയുടെ പ്രധാന സ്റ്റേഷൻ. വന്യമൃഗാക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് CPIക്ക് കീഴിലുള്ള AIYF, NFIW എന്നിവയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സമിതി ജില്ലാ കളക്ടർ B. വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു. പാറേമാവ് ക്വാർട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ യോഗം തീരുമാനിച്ചു. നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂർ മാളയിലെ കൂഴൂർ പഞ്ചായത്തിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാള സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തികയാണ് മരിച്ചത്. വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ കുട്ടി ഉടനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർകോട്ടെ മാല മോഷ്ടാക്കൾ പിടിയിൽ. ബദിയടുക്ക നീർച്ചാലിൽ യുവതിയുടെ 2 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന മാല തട്ടിപ്പറിച്ച കേസിലാണ് 2 പേർ അറസ്റ്റിലായത്. കർണാടക പുത്തൂർ സ്വദേശികളായ നൌഷാദ് BA, ഷംസ് അലി എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്നും മോഷണ മുതലും കൃത്യത്തിനായി ഉപയോഗിച്ച ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വന്യമൃഗങ്ങളെ പ്രകോപിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ B. വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ റിട്ടയർഡ് ASI മനോഹരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 1 മുതൽ 3 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. 2021 കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം പാറശാലയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉപവാസ സമരം അവസാനിപ്പിച്ചു. പാറശാല ബ്ലോക്ക് ഓഫീസ് ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസ സമരം. നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബ്രിമിൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം നേമം ഷജീർ ഉദ്ഘാടനം ചെയ്തു. മോഷണ ശ്രമത്തിന് ജാർഖണ്ഡ് സ്വദേശി അറസ്റ്റിൽ. ജാർഖണ്ഡ് സ്വദേശി തൗസീഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ സ്വദേശിയുടെ കെട്ടിടത്തിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയുമായി കാസർഗോഡ് പോലീസ്. കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അക്ഷയ്ക്കെതിരെ കാപ്പ ചുമത്തി. നിരവധി കേസിൽ പ്രതിയായ ഇയാൾ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിൽ കളക്ടർ K. ഇമ്പശേഖരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. 18 കാവുകളിൽ ഒന്നായ വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേല ഏറെ പ്രശസ്തമാണ്. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര കൊടുത്ത നിവേദനത്തെ തുടർന്നാണ് ക്ഷേത്രത്തെ വിനോദസഞ്ചാര വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയത്. കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി തൃശൂർ പാവറട്ടി MUA-LP സ്കൂൾ വിദ്യാർത്ഥികൾ. ചരിത്രം അന്വേഷിക്കുക മാത്രമല്ല, അവ ഡോക്യുമെന്ററിയാക്കി വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത് മാതൃകയാവുകയാണ് ഈ വിദ്യാലയം. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധ തീപ്പന്തം നാളെ. ആശാവർക്കർമാർക്ക് നീതി നൽകുകയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.
ഉപയോക്താക്കളെ ആകർഷിക്കുന്ന പുത്തൻ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ച് BSNL. 1999 രൂപയ്ക്ക് 365 ദിവസം ഇന്റർനെറ്റും അൺലിമിറ്റഡ് കോളും SMS-ഉം പ്രദാനം ചെയ്യുന്ന പാക്കേജാണിത്. BSNL സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്യാമെന്ന് കമ്പനി അറിയിച്ചു. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേയിലും ഐഫോൺ ഉപഭോക്താക്കൾക്ക് ആപ്പ് സ്റ്റോറിലും BSNL സെൽഫ് ആപ്പ് ലഭ്യമാണ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സംഗമത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ തോതിൽ ഉപഭോക്താക്കൾ വരാൻ പോകുന്നുവെന്ന് ടൂറിസം മന്ത്രി. ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് ലോകരാജ്യങ്ങളുമായിട്ടാണെന്നും മന്ത്രി. തൃശൂരിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് ആരംഭിച്ച ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. കേരളത്തിലാകെ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. തട്ടിപ്പിന് പിന്നാലെ സ്ഥാപന ഉടമകൾ ഒളിവിൽ പോയി. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ തൂണിട്ട സംഭവത്തിൽ 2 പേർ പിടിയിൽ. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ടെലിഫോൺ പോസ്റ്റിലെ കാസ്റ്റിംഗ് അയൺ വേർപെടുത്താനാണ് പോസ്റ്റ് റെയിൽവേ ട്രാക്കിൽ വെച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. വിചിത്ര നീക്കവുമായി KSRTC മാനേജ്മെന്റ്. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന് ഉത്തരവിറക്കി. പണിമുടക്കിയവരോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടന TDF. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാനമന്ത്രിയുടെ കാലാവധി അവസാനിക്കുന്നതുവരെയോ പുതിയ ഉത്തരവ് ഉണ്ടാകുന്നതുവരെയോ ആണ് നിയമനം. 6 വർഷം റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് കേന്ദ്ര സർക്കാരിൽ വിവിധ വകുപ്പുകളിൽ സെക്രട്ടറിയായിരുന്നു. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു. സ്കൂളിലെ തെങ്ങ് പിഴുതെറിയുകയും ചെയ്തു. ജില്ലയിലെ പ്രമുഖ പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമായ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികിലാണ് സ്കൂളും അംഗനവാടിയും ഉള്ളത്. സ്കൂളിന് സമീപം ആനക്കൂട്ടം തമ്പടിക്കാറുണ്ടെന്ന് നാട്ടുകാർ. തൃശൂർ കാഞ്ഞാണിയിൽ 17 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബണ്ടി ചോർ എന്ന വിളിപ്പേരുള്ള വിഷ്ണുവാണ് പിടിയിലായത്. അന്തിക്കാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് യുവാവിനെ പിടികൂടിയത്. മലപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. കരുവാലി വില്ലേജ് ഓഫീസർ റഹ്മത്തുള്ളയാണ് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. പട്ടയത്തിലെ തെറ്റു തിരുത്താനായാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇനി അപകട കുറ്റകൃത്യ വാർത്തകൾ. തൃശൂരിൽ ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പിന്നിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ ഉണ്ണികൃഷ്ണന്റെ ശിരസിലൂടെ ലോറി കയറുകയായിരുന്നു. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് അമ്മയെ മകൻ തലക്കടിച്ചു കൊലപ്പെടുത്തി. അരളിക്കോണം ഊരിലെ രേഷിയാണ് കൊല്ലപ്പെട്ടത്. മകൻ രഘു ഹോളോബ്രിക്സ് കൊണ്ട് അമ്മ രേഷിയെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. വടകര വളയം സ്വദേശി അമലാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് പട്ടാമ്പിയിൽ ടോറസ് ലോറി പോസ്റ്റിലിടിച്ച അപകടം. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റ് ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. റോഡിൽ നിർത്തിയിട്ടിരുന്ന ലോറി തനിയെ നീങ്ങി പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആളപായമില്ല. തൃശൂർ കണ്ടശാം കടവിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചു. ചൂരക്കോട് ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ജിതിന്റെ മകൻ അലോകാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. മങ്ങാട്ടുകര AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കിടപ്പുമുറിക്കകത്തെ ശുചിമുറിയിലാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്.
തിരുവനന്തപുരത്ത് ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കാത്ത വിരോധത്തിൽ ദമ്പതികളെ ക്രൂരമായി മർദ്ദിച്ചു. മലയൻകീഴ് സ്വദേശികളായ അനീഷ്, ആര്യ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ് ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരിക്കകം സ്വദേശികളായ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ മർദ്ദിച്ചത്. ഇവരുടെ ഭീഷണിയിൽ അനീഷ് പേട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പുരയിടത്തിൽ ഗേറ്റ് സ്ഥാപിക്കാൻ അനീഷും ഭാര്യയും ഭാര്യയുടെ പിതാവും കൂടിയെത്തിയപ്പോൾ രാജേന്ദ്രൻ അടക്കമുള്ള സംഘം ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ മണ്ണ് പരിശോധനാശാലയായ തിരുവനന്തപുരം പാറോട്ടുകോണത്തെ ലബോറട്ടറിക്ക് NABL അംഗീകാരം. സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. 3 വർഷത്തേക്കാണ് അംഗീകാരത്തിന് പ്രാബല്യമുള്ളത്. ഇടുക്കി കരുണാപുരം വില്ലേജ് ഓഫീസ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അപൂർവ നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് വില്ലേജ് ഓഫീസർ TA പ്രദീപ്. പ്രഥമ റവന്യൂ അവാർഡിൽ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസായി പാറത്തോടിനെ പ്രഖ്യാപിക്കുമ്പോഴും വില്ലേജ് ഓഫീസർ TA പ്രദീപ് തന്നെയായിരുന്നു. ഒത്തൊരുമയുടെ വിജയമാണ് ഈ നേട്ടമെന്നാണ് കരുണാപുരം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നത്. എറണാകുളം പെരുമ്പാവൂരിൽ 7 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസാം സ്വദേശി മുഷ്റഫ് ഹുസൈനെയാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പുംപടി പോലീസും ചേർന്നാണ് പിടികൂടിയത്. കൊല്ലം പത്തനാപുരത്ത് DYFIയുടെ നേതൃത്വത്തിൽ KSRT ബസ്സുകൾ ശുചീകരിച്ചു. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പൊതുകേന്ദ്രങ്ങൾ ശുചീകരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി. CPM ഏരിയ സെക്രട്ടറി H. നജീബ് മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവും മുൻ പൂഞ്ഞാർ MLAയുമായ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകാൻ വീട്ടിലെത്തിയ പോലീസ് സംഘം ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങി. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. തൃശൂർ പെരിങ്ങാവ് സ്വദേശി ദേവി രാമൻകുട്ടി നായരും കുടുംബവുമാണ് ദേവസ്വം കൊമ്പൻ ചെന്താമരാക്ഷനെ നടയിരുത്തിയത്. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകനും അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ KP ശങ്കരന്. മലയാള ഭാഷയ്ക്കും ഭക്തി സാഹിത്യത്തിന്റെ വളർച്ചയ്ക്കും നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലപ്പുറം വട്ടക്കുളം പഞ്ചായത്തിൽ ഭരണസമിതിയുടെ തീരുമാനം മറികടന്ന് മലിനജല ശുദ്ധീകരണ പ്ലാന്റിന് അനുമതി നൽകിയ സെക്രട്ടറിയുടെ തീരുമാനത്തിനെതിരെ സമരസമിതി മാർച്ച് നടത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഭിന്നശേഷിക്കാർക്കായി കലാവിരുന്ന് സംഘടിപ്പിച്ചു. മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാമേളയുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. വിളവ് 2024 മികവ് പുലർത്തിയ ഭിന്നശേഷി കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം അവാർഡ് നൽകി. അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയോട് കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി കാണിച്ച സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യമൊരുക്കി തൃശൂർ കോടാലി സ്വദേശി നികേഷ്. തെർമോക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന നികേഷ് ഈ ദൃശ്യത്തെ കളിമണ്ണ് കൊണ്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മലപ്പുറം മൂത്തേടം നമ്പൂരിപ്പൊട്ടിയിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി. തെങ്ങുകളും വാഴകളും ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചു. നമ്പൂരിപ്പൊട്ടി ന്യൂ ലൈറ്റ് ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് 45 മിനിറ്റോളം നടത്തിയ ശ്രമത്തിലാണ് ആനയെ കാടുകയറ്റിയത്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ സംസ്ഥാനത്തിന് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. 374 കമ്പനികൾ ഉച്ചകോടിയിൽ താൽപര്യപത്രം ഒപ്പുവെച്ചുവെന്നും മന്ത്രി. നിക്ഷേപ വാഗ്ദാനങ്ങൾ പരിശോധിക്കാൻ അതിവേഗ സംവിധാനം ഒരുക്കും.
മലപ്പുറം ജില്ലയിൽ കൈക്കൂലി കേസിൽ ഒരാഴ്ചക്കിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത 3 സർക്കാർ ഉദ്യോഗസ്ഥരെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മലപ്പുറം യൂണിറ്റാണ് ദൗത്യം ശക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് പരിശോധനകൾ തുടരുമെന്നും വിജിലൻസ്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.